ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. പിന്നെ പഞ്ചസാര പൊടിച്ചത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ പൊടിക്കുന്ന കൂട്ടത്തിൽ 2 ഏലക്കായ കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതൊരു മധുരമുള്ള റെസിപ്പിയല്ലേ, അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിൽ തൈര് എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തൈരും ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നുരയൊക്കെ വരും. ഇനി നമുക്ക് ഈ തൈര് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചു കൊടുക്കാം, അതാണ് കൂടുതൽ ടേസ്റ്റി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ബാറ്റർ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/4 കപ്പിൽ കുറവ് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഈ ഒരു വെള്ളം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ കൊണ്ട് ഇതിവിടെ റെഡിയാവും. 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയോ അങ്ങനെ ഒന്നും വേണ്ട, ഒന്ന് കട്ടിയായിട്ട് വരണം, അത്രയേ വേണ്ടൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്കി ആയിട്ടിരിക്കണം. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ തയ്യാറാക്കുമ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കില്ലേ, അത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കിയതിന് ശേഷം ബാറ്റർ തുറന്നു നോക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ബാറ്റർ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ 2 കൈയിലും കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ബാറ്ററിയിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള സൈസിലാക്കിയെടുക്കാം കേട്ടോ. ഗുലാബ് ജാമുൻ പോലെ ചെറിയ സൈസിലാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ബണ്ണ് പോലെ വലിയ സൈസിലാക്കിയെടുക്കാം. അതും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത പോലെ, ഇതിപ്പം ബണ്ണിൻ്റെ ഒരു പെർഫെക്റ്റ് ഷേപ്പൊന്നുമല്ല, എന്നാലും ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെയും നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ ബണ്ണ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആകും, നല്ല ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നമ്മൾ വേഗം എടുത്ത് വെക്കും, എന്നാൽ ഉൾഭാഗം വെന്ത് കിട്ടുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ചൂടോടുകൂടി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷുഗർ സിറപ്പിൽ കുറച്ച് സമയം സോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങ് എടുക്കാം. അപ്പം അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഷുഗർ സിറപ്പ് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് സമയം ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുകയാണ്. ഒരു കപ്പ് മൈദ വെച്ചിട്ട് ഇതുപോലെ 5 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ സൈസിലൊക്കെ ആണെങ്കിൽ കൂടുതൽ തയ്യാറാക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണണ്ടേ.
ഇത് കുറേ സമയം ഷുഗർ സിറപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് സിറപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സിറപ്പൊക്കെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും, കുറച്ച് ടൈം എടുത്തുകൊണ്ട് കുക്ക് ചെയ്യുക. ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടണം. വേറെ ഒന്നുമില്ല, വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്